പ്രിയമുള്ളവരെ, ദനഹാകാലം 6-ാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈശോയുടെ ദനഹ മാനിഫെസ്റ്റേഷൻ, ഈശോ സ്വയം പ്രത്യക്ഷപ്പെടുന്നു, മനുഷ്യർക്ക് സ്വയം വെളിപ്പെടുത്തുന്നു. അതിനെ അനുസ്മരിക്കുന്ന കാലഘട്ടമാണല്ലോ ദനഹാകാലം. അതാണ് ഈ മാനിഫെസ്റ്റേഷൻ. ഇന്നത്തെ സുവിശേഷം വാസ്തവത്തിൽ ഈശോയുടെ ഒരു ദനഹ, ഈശോയുടെ ഒരു മാനിഫെസ്റ്റോ, അതായത് കർത്താവിൻ്റെ ഒരു ദർശനരേഖ. കർത്താവ് എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, കർത്താവ് സ്വർഗരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. മാത്രമല്ല, ഈശോയുടെ മാനിഫെസ്റ്റോ അഥവാ ദർശനരേഖ എന്നതിലുപരി ഈശോയുടെ തന്നെ ഹൃദയ വിചാരങ്ങൾ, ഈശോയുടെ മനസ്സും ഈശോയുടെ ജീവിതവും ഒക്കെ പ്രതിഫലിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഈശോയുടെ ഗിരിപ്രഭാഷണം, മലയിലെ പ്രസംഗം. മത്തായിയുടെ സുവിശേഷത്തിലുടനീളം കാണുന്നൊരു കാര്യം, ഒരു നിഴല് പോലെ ഒരു വ്യക്തി ഈ സുവിശേഷത്തിൻ്റെ പിന്നിൽ നിൽക്കുന്നതായി നമുക്ക് കാണാം. അത് മറ്റാരുമല്ല, പഴയ നിയമ ജനതയെ നയിച്ച ദൈവം അതിനായി നിയോഗിച്ച മോശയാണ്. മോശയിൽ നിന്നാണ് കൽപ്പനകൾ ജനത്തിന് ലഭിക്കുന്നത്, പിതാവായ ദൈവത്തിൽ നിന്നുള്ള കൽപ്പന ലഭിക്കുന്നത്. പുതിയ മോശയായ ഈശോ മിശിഹ ആ മോശയെ പൂർത്തീകരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. മോശയുടെ 5 ഗ്രന്ഥങ്ങൾ, പഞ്ചഗ്രന്ഥങ്ങൾ, പെൻഡറ്റോക്ക് എന്നുള്ള 5 ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോയുടെ 5 വലിയ പ്രഭാഷണങ്ങൾ കാണാൻ സാധിക്കും. അതിലൊന്നാമത്തെ ദൈർഘ്യമേറിയ പ്രഭാഷണമാണ് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലൂടെ പരന്നു കിടക്കുന്ന മലയിലെ പ്രസംഗം. ഈശോയുടെ രാജ്യത്തിൻ്റെ, ഈശോ പ്രഖ്യാപിക്കുന്ന, ദൈവം ഭരണം നടത്തുന്ന ആ സ്വർഗരാജ്യത്തിൻ്റെ പ്രകടന പത്രികയായിട്ടാണ് ഈ മലയിലെ പ്രസംഗത്തെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ മലയിലെ പ്രസംഗം ഈശോയുടെ ജീവിതത്തെ മുഴുവനും പ്രതിഫലിക്കുകയൂടെ ചെയ്യുകയാണ്. ഈശോയുടെ മറ്റ് പ്രഭാഷണങ്ങൾ തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്. മിഷൻ പ്രഭാഷണം 10-ാം അധ്യായം മുതൽ, രാജ്യത്തിൻ്റെ ഉപമകളുടെ പ്രഭാഷണം 13-ാം അധ്യായം മുതൽ, സഭയുടെ ജീവിതക്രമത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തുടർന്നുള്ള അധ്യായങ്ങളിൽ, ഒടുവിൽ ഒലിവുമല പ്രഭാഷണങ്ങൾ, എസ്കറ്റോളജിക്കൽ യുഗാന്ത പ്രഭാഷണങ്ങൾ. അങ്ങനെ 5 പുസ്തകങ്ങൾ, മോശയുടെ 5 പുസ്തകങ്ങൾ പൂർത്തീകരിക്കുന്നത് പോലെ മത്തായിയുടെ സുവിശേഷത്തിൽ പുതിയ മോശയായ ഈശോ തൻ്റെ ജീവിത പ്രമാണങ്ങൾ ജനത്തിന് നൽകുകയാണ്. അതിൽ 17 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് സുവിശേഷത്തിൽ ശ്രവിക്കുന്നത്. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കരുത്, അത് പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. മാണിക്കത്തനാരുടെ വിവർത്തനത്തിൽ, സുറിയാനി വിവർത്തനത്തിൽ പറയുന്നത്, നീക്കിക്കളയാനല്ല നിവൃത്തിയാക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിയമവും പ്രവചനങ്ങളും പഴയ നിയമ ജനതയുടെ ജീവിത പ്രമാണങ്ങളായി നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളാണ്. അവയെല്ലാം സമാഹരിക്കുന്നത്, പൂർത്തീകരിക്കുന്നത് ഈശോ മിശിഹായാണ്. ഈശോ വന്നത് സകലതും പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ്. മത്തായിയുടെ സുവിശേഷം 3:15 ഈശോ മാമോദീസ വേളയിൽ പറയുന്നുണ്ട്, ഇപ്പോൾ നീ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. സകലത്തെയും പൂർത്തീകരിക്കുന്നവനാണ് ഈശോ മിശിഹ. അതുകൊണ്ട് നിയമവും പ്രവചനങ്ങളും അതൊരു ബാലപാഠം പോലെ, അടിസ്ഥാന പ്രമാണം പോലെ നിൽക്കുമെങ്കിൽ അതിനെ പൂർത്തീകരിക്കുന്ന ഈശോ മിശിഹയാണ്. സഭാപിതാവായ മാർ അപ്രയം പറയുന്നത്, ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു പിതാവ് മകനെ പഠിപ്പിക്കുമ്പോൾ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം പിന്നീടും വീണ്ടും ആദ്യ പാഠങ്ങൾ തന്നെ തുടരുന്നില്ല. അല്ലെങ്കിൽ ഒരു അമ്മയോ ഒരു നേഴ്സോ ഒരു കുഞ്ഞിനെ പരിചരിക്കുമ്പോൾ അതിന് പാല് നൽകുന്നു, പക്ഷേ പിന്നെയും വളർന്നു കഴിയുമ്പോഴും അതുതന്നെയല്ല നൽകുന്നത്, വേറെ ഖരഭക്ഷണം നൽകുകയാണ്. അപ്പോൾ വളർച്ച അനുസരിച്ചുള്ള ഭക്ഷണം നൽകുന്നത് പോലെ മനുഷ്യകുലത്തിൻ്റെ, ദൈവത്തിൻ്റെ ആ പ്രമാണങ്ങളുടെ വളർച്ചയനുസരിച്ച്, മനുഷ്യകുലത്തിൻ്റെ വളർച്ചയനുസരിച്ച് പ്രമാണങ്ങളുടെയും പൂർത്തീകരണം ആവശ്യമാണ്. ആ പൂർത്തീകരണമാണ് ഈശോ നൽകുന്നതെന്നാണ്. അപ്പം നിയമങ്ങൾ നിശ്ചലമായ ചില വ്യവസ്ഥകളല്ല നിയമങ്ങൾ, മറിച്ച് അത് വളരെ ക്രിയാത്മകമായ, സചേതനമായ
ഡൈനമിക്കായിട്ടുള്ള ഊർജ്ജസ്വലമായ യാഥാർത്ഥ്യമാകുന്നത് ഈശോ അതിനെ തൊട്ട് പൂർത്തിയാക്കുന്നത് വഴിയാണ്. അതുകൊണ്ട് ഈശോ ലോകത്തിൽ വന്നിരിക്കുന്നത് പൂർത്തിയാക്കുവാൻ, സകലതയും പൂർത്തിയാക്കാൻ, എല്ലാ അപൂർണതയും നികത്തി പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈശോയുടെ സുവിശേഷം പഴയ നിയമം പൂർത്തിയാക്കുന്നതാണ് പുതിയ നിയമം, പുതിയ ഉടമ്പടി പൂർത്തീകരണമാണ്. സകലത്തിൻ്റെ വെളിപാടുകളുടെ പൂർത്തീകരണമാണ് ഈശോ മിശിഹ. അതിനുശേഷം വേറെ വെളിപാടില്ല, വേറെ പ്രവാചകനില്ല, വേറെ ദൈവികമായ സന്ദേശമില്ല. ഈശോയുടെ ആ സന്ദേശമാണ്. പഴയ നിയമ ബലികൾ, ആ നിയമവും പ്രവചനവും പോലെ തന്നെ ആ ബലികൾ പൂർത്തീകരിക്കുന്നത് ഈശോ മിശിഹായുടെ ബലിയോടുകൂടിയാണ്. പഴയ നിയമ ദേവാലയം, കൂടാരവും അതിൻ്റെ എല്ലാം പൂർത്തീകരണമായ ദേവാലയവും അത് പൂർത്തീകരിക്കുന്നത് ഈശോയുടെ ശരീരമാകുന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശരീരം ആകുന്ന ദേവാലയം വഴിയാണ്. അതുകൊണ്ട് കർത്താവ് ഈശോ മിശിഹ സകലത്തിനെയും പൂർത്തീകരിക്കുന്നവനാണ്, എല്ലാ അപൂർണതയും നികത്തുന്നവനാണ് കർത്താവ്. അതുകൊണ്ട് കർത്താവിനെ വെളിപ്പെടുത്തുന്ന ആ ശക്തിയോടുകൂടി കർത്താവിനെ വെളിപ്പെടുത്തുന്ന സുവിശേഷ ഭാഗമാണിത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നവരെ സമസ്തവും നിറവേറുവോളും നിയമത്തിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ മാറുകയില്ല എന്ന് ഒരു യോത് പോലും, ഏറ്റവും ചെറിയ അക്ഷരമാണ് സുറിയാനിയിലെ യോത്, ആ ഒരു ചെറിയ കുനിപ്പ് പോലെ ഒന്നും മാറ്റുവാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നില്ല, പക്ഷേ പൂർത്തിയാൻ ആഗ്രഹിക്കുകയാണ്. എന്നൊരു കർത്താവ് പറയുകയാണ്, ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായി ലംഘിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനാണ്. ഇതനുസരിക്കുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ വനീവനെന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ പ്രമാണങ്ങൾ ലംഘിക്കരുത്, പ്രമാണങ്ങൾ അനുസരിക്കണം, പ്രമാണങ്ങൾക്ക് വിധേയമായി ജീവിക്കണം. മനുഷ്യൻ ദൈവം വരച്ച ആ വരയാണ് പ്രമാണം. ആ വരയിലൂടെ നടക്കണം. സ്വന്തം ഇഷ്ടമനുസരിച്ച് നടന്നാൽ അവൻ അബദ്ധത്തിൽ ചെന്ന് ചാടും. അതാണ് പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി ജീവിക്കരുത് എന്ന് പറയുകയാണ്. എന്നിട്ട് 20-ാമത്തെ വാക്യത്തിൽ ഈ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് വാസ്തവത്തിൽ നിയമജ്ഞരും ഫരിസേയരും. അപ്പോൾ നിയമജ്ഞരുടെയും ഫരിസേയരുടെയും ആ വാക്കുകൾ അനുസരിച്ചാണ് പ്രമാണങ്ങൾ ജനങ്ങൾ പാലിച്ചിരുന്നത്. അപ്പോൾ ഈശോടെ പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ നിയമജ്ഞന്മാരുടെ നീതി നമുക്ക് പിന്നീട് സുവിശേഷത്തെ കാണാൻ സാധിക്കും. എപ്പോഴും ഈശോയെ സാബത്ത് നിയമലംഘകനായിട്ടൊക്കെ അവതരിപ്പിക്കുന്നതിന് കാരണം നിയമത്തിൻ്റെ അക്ഷരങ്ങൾ മാത്രം നോക്കി ബാഹ്യമായി മാത്രം വിലയിരുത്തുന്ന ഒരു രീതിയാണിത്. നിയമത്തിൻ്റെ ആത്മാവ്, നിയമത്തിൻ്റെ അന്തരാർത്ഥം നോക്കി അത് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഈശോ പറയുന്ന നിയമത്തിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കണം. നിയമം മനുഷ്യന് വേണ്ടിയാണ്, സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്. നിയമത്തെ പൂർത്തീകരിക്കേണ്ടത് അതിനെ അക്ഷരാർത്ഥത്തിൽ മനുഷ്യനെ ഇടുങ്ങിയ വ്യവസ്ഥിതിയിലേക്ക് തള്ളിവിടുന്ന രീതിയിലല്ല, വിശാലമായ അർത്ഥത്തിൽ കർത്താവ് അത് വ്യാഖ്യാനിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിയമങ്ങളുടെ എല്ലാം പൂർത്തീകരണം നൽകുന്ന ഈശോ മിശിഹ തുടർന്ന് മത്തായിയുടെ സുവിശേഷം 21 വരെയുള്ള വാക്യങ്ങളിൽ 6 ആൻറ്റി തേസിസുകൾ, അതായത് 6 വിരുദ്ധ അലങ്കാരങ്ങളിലൂടെ പഴയ നിയമ വാക്കുകൾ, പഴയ നിയമ ആഹ്വാനങ്ങൾ, കൽപ്പനകളെയൊക്കെ അവിടെ നിന്ന് തിരുത്തിക്കുറിക്കുകയാണ്, പൂർത്തീകരിക്കുകയാണ്. അതിന് കാരണം ദൈവമാണ് ഈ കൽപ്പനകൾ നൽകിയതെങ്കിൽ ഈ കൽപ്പനകൾ പൂർത്തിയാക്കുവാൻ കർത്താവിന് തന്നെ ഈശോ മിശിഹായ്ക്ക് സാധിക്കുന്നു. അവിടുത്തെ ദൈവത്വം, അവിടുത്തെ അധികാരം വ്യക്തമാക്കുകയാണ്. അതിൻ്റെ 1-ാമത്തെ ഭാഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. 21 മുതൽ കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകുന്നു എന്ന് പൂർവ്വികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 10 കൽപ്പനകളിൽ 1 നിങ്ങൾ കൊല്ലരുത് എന്നുള്ള കൽപ്പനയാണ്. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ദൈവം നൽകുന്ന 10 കൽപ്പനകൾ. അതിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു കൽപ്പനയായിട്ടാണ് പറയുക. 10 കൽപ്പനകളിൽ ഒന്നാണ് നിങ്ങൾ കൊല്ലരുത്. പല കൽപ്പനകൾ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയായിട്ട് അതിലൊരു കൽപ്പന കർത്താവ് എടുത്തു പറയുകയാണ്. ഈ 10 കൽപ്പനകളെയും പൂർത്തീകരിക്കുന്നത് ഈശോ മിശിഹായാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. അപ്പം മോശയ്ക്ക് ദൈവം നൽകിയ 10 കൽപ്പനകളിൽ ഒന്നാണ് എന്ന് നമ്മൾ കാണുമെങ്കിലും യഥാർത്ഥത്തിൽ അതിനു മുമ്പ് തന്നെ കൊല്ലരുത് എന്നുള്ള കൽപ്പന ഉണ്ട് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. നോഹയുടെ ഉടമ്പടിയിൽ ഉൽപ്പത്തി പുസ്തകം 9:6 മനുഷ്യരക്തം ചൊരിയുന്നവൻ്റെ രക്തം മനുഷ്യൻ തന്നെ ചൊരിയും, കാരണം എൻ്റെ ഛായയിലാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പം മനുഷ്യനെ കൊല്ലുന്നവൻ, അവൻ്റെ നിലവിളി ദൈവം കേൾക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കറിയാം, കായനോട് സംസാരിക്കുന്നു, ആബേലിൻ്റെ രക്തം അവിടെ കിടന്ന് എനിക്ക് നീതിക്ക് വേണ്ടി നിലവിളിക്കുന്നു. അപ്പം കൊല്ലരുതെന്നുള്ള കൽപ്പന ബൈബിളിൽ ആദ്യ പുസ്തകം മുതൽ ഉള്ള ഒരു കാര്യമാണ്. ആ കൽപ്പന
അതിനെ ഒന്ന് പൂർത്തീകരിക്കുകയാണ്, അതിനെ ഒന്ന് പെർഫെക്റ്റ് ആക്കുകയാണ്, പൂർത്തീകരിക്കുകയാണ് ഈശോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. ഇപ്പം കൊല്ലുന്നത് തീർച്ചയായും വലിയ മാരകമായ ഒരു പാപമാണെങ്കിൽ ഈ കോപിക്കുന്നത്, കോപാവിഷ്ടമായ അവസ്ഥ, ഒർഗീസ എന്നാണ് ഗ്രീക്കിൽ, സുറിയാനിയിൽ റെക്സ. ആ വാക്കിൻ്റെ അർത്ഥം പൊട്ടിത്തെറിച്ച് പെട്ടെന്ന് ക്ഷോഭിക്കുന്നതിന് അല്ല ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്ത് പകയുടെ കനലുകൾ, തീക്കനലുകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന, വിദ്വേഷത്തോടുകൂടി ജീവിക്കുന്ന, ഹൃദയകാല ലാഞ്ചിയോടുകൂടി കഴിയുന്ന അവസ്ഥയാണ്. അങ്ങനെയുള്ളവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ പോഷ, റാക്ക എന്നാണ് സുറിയാനി ബൈബിളിലും അറമായ ഭാഷയിൽ ഉപയോഗിക്കുകയാണ്. റാക്ക, പോഷൻ, വിഡ്ഢി, മരത്തലയൻ എന്നൊക്കെ പറയുന്ന സഹോദരനെ നിന്ദിക്കുന്നവൻ അവൻ ന്യായവിധിക്ക് മുമ്പ് നിൽക്കേണ്ടി വരും. അപ്പോൾ കോപിക്കുന്ന അവസ്ഥ, കോപാവസ്ഥ, ബിറ്റർനെസ് നമ്മുടെ കുർബാനയിൽ അനാഫറ പ്രാർത്ഥനയിൽ, കാർമികൻ്റെ രഹസ്യ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ, ഹൃദയത്തെ എല്ലാ അശുദ്ധതയിലും വിദ്വേഷത്തിൽ നിന്നും അസൂയയിലും വഞ്ചനയിൽ നിന്നും വിമുക്തമാക്കണമേ. അതിലൊരു വാക്കിൻ്റെ ഉറവിടം, ആ വാക്ക് മറീറൂസ എന്ന് പറഞ്ഞ ബിറ്റർനെസ്, എല്ലാവിധ കയ്പിൽ നിന്നും ഞങ്ങളുടെ മനസ്സിനെ മോചിപ്പിക്കണമേ. എന്താണ് ഈ കയ്പ്? സഹോദരനോടുള്ള വിദ്വേഷമാണ്, പകയും വിദ്വേഷവും. അപ്പം മനുഷ്യ ഹൃദയത്തെ കാർന്നു തിന്നുന്ന ഒരു വലിയ തിന്മയാണ് പക, വിദ്വേഷം. പുകഞ്ഞ് കത്തുന്ന തീ പോലെ ഉള്ളിൽ വിദ്വേഷം കത്തി ജ്വലിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥയാണ്. അങ്ങനെ അതൊരു കോപിക്കുന്നതിൻ്റെ ഒരു അവാന്തര വിഭാഗമായിട്ട്. അപ്പോൾ കോപാവസ്ഥയാണ്. ഈ കോപാവസ്ഥ ഒരു പാപാവസ്ഥ തന്നെയാണ് എന്ന് ഈശോ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. അതുപോലെ തന്നെ കർത്താവ് പറയുകയാണ്, അതിന് തുടർച്ചയായിട്ട് പറയുകയാണ്. അപ്പോൾ ഈ കോപം ഒരുതരം കൊലപാതകമായിട്ട് കർത്താവ് അവതരിപ്പിക്കുകയാണ്. സഹോദരനെ നിന്ദിക്കുക, റാക്ക എന്ന് വിളിക്കുക, അവന് അവഹേളനപരമായ രീതിയിൽ അവനെതിരായി പ്രവർത്തിക്കുക. ഇന്നത്തെ വാർത്തകൾ, സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരുപാട് അവഹേളനപരമായ പരാമർശങ്ങൾ, വിദ്വേഷ പ്രചാരണങ്ങൾ, വ്യാജ പ്രചാരണങ്ങൾ, അങ്ങനെ തിന്മ പ്രചരിപ്പിക്കുന്ന ക്യാരക്ടർ അസാസിനേഷൻ എന്ന് പറയും. മനുഷ്യൻ്റെ അവൻ്റെ നല്ല സ്വഭാവത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇല്ലാതാക്കി കളയുന്ന അവസ്ഥ. അങ്ങനെ കോപിക്കുകയും സഹോദരനെ ദുഷിക്കുകയും ചെയ്യുന്ന അവസ്ഥ, അതിനെയെല്ലാം അതിജീവിക്കണം. അങ്ങനെയുള്ള ജീവിതമല്ല നമുക്ക് ആവശ്യം. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഈ കോപാവസ്ഥയിലായിരിക്കുന്നവൻ വിദ്വേഷത്തിൻ്റെ മനസ്സുമായിട്ട് ജീവിക്കുന്നവനാണ്. പിന്നീട് 23 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്, നീ അതിൻ്റെ ഒറിജിനൽ സുറിയാനി ഭാഷയിൽ വായിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്, നീ മദ്ബഹായിൽ കുർബാനയർപ്പിക്കുവാൻ അടുക്കുമ്പോൾ, മക്കറേബ് എന്നാണ് കുർബാനയുടെ വാക്കിന് ഉപയോഗിക്കുന്നത്, നിൻ്റെ സഹോദരനോട് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ ആ കുർബാന അവിടെ ബലിപീഠത്തിന് മുമ്പിൽ, ആ കാഴ്ച വസ്തു ആ മദ്ബഹായുടെ മുമ്പിൽ വച്ചിട്ട് പോയി നിൻ്റെ സഹോദരനോട് രമ്യതപ്പെടുക. വന്നിട്ട് തിരിച്ച് വന്ന് നീ കുർബാന അർപ്പിക്കുക. അതാണ് സുറിയാനി വാക്കിൽ ഉപയോഗിക്കുന്ന ഭാഷയിലെ ബൈബിളിൽ ഉപയോഗിക്കുന്നത് കുർബാന എന്ന വാക്ക് തന്നെയാണ്. അനുരഞ്ജനം കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പുരാതന ലത്തീൻ കുർബാനയിൽ, ഇപ്പോഴത്തെ കുർബാനയിലും അസ്പെർഗുസ്, അതായത് ജലം തളിച്ചുകൊണ്ട് പാപമോചനം, കർത്താവെ നിൻ്റെ ഹിസോപ്പ് കൊണ്ട് എന്നെ തളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ടായിരുന്നു. ഇപ്പോഴും അനുരഞ്ജന ശുശ്രൂഷ ശേഷമാണ് ലാറ്റിൻ കുർബാനയിൽ ആ കുർബാന ആരംഭിക്കുന്നത്. നമ്മുടെ കുർബാനയിലാകട്ടെ ഈ അനാഫറ പ്രാർത്ഥനയ്ക്ക് മുമ്പ് നിങ്ങൾ മിശിഹായുടെ സ്നേഹത്തിൽ പരസ്പരം സമാധാനം നൽകുവിൻ എന്ന് ആശംസിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അനുരഞ്ജനമാണ്. അപ്പോൾ കുർബാനയുടെ ആ പ്രധാന ഭാഗത്തിന് മുമ്പ് ഈ അനുരഞ്ജന ശുശ്രൂഷ നടത്തുന്നത് സഭയുടെ പൗരസ്ത്യ സഭകളുടെ ഒരു പ്രത്യേകതയാണ്. ബെനഡിക്ട് 16 മാപ്പാപ്പ പറയുന്നത് മിലാനീസ് റൈറ്റ്, മിലാൻ്റെ മിലാനീസ് റീത്തിലും അതുപോലെ തന്നെ പൗരസ്ത്യ ആരാധനക്രമത്തിലുമെല്ലാം അനാഫറയുടെ അല്ലെങ്കിൽ യൂക്രിസ്റ്റിക് പ്രാർത്ഥനയുടെ തുടക്കത്തിലാണ് ഈ അനുരഞ്ജന ശുശ്രൂഷ കിടക്കുന്നത്, സമാധാനം കൊടുക്കുന്ന ആ ശുശ്രൂഷ. അപ്പോൾ ഇന്നത്തെ ലാറ്റിൻ കുർബാനയിൽ കുർബാന സ്വീകരണത്തിന് തൊട്ട് മുമ്പായിട്ടാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ യഥാർത്ഥ സ്ഥാനം ഈ കാഴ്ച
വസ്തുക്കൾ, വിശുദ്ധ വസ്തുക്കൾ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് മുമ്പ് അത് വെക്കുന്നതാണ് ഉചിതമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ഏതായാലും ബലിയർപ്പിക്കുവാൻ വരുന്നതിന് മുൻപ് അനുരഞ്ജനപ്പെടണം. അതിനുള്ളിൽ അനുരഞ്ജനായി തീർന്നിടാമെന്ന കുർബാന നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ തുടക്കത്തിൽ തന്നെ. അപ്പോൾ അനുരഞ്ജനമായ ഹൃദയത്തോടുകൂടി സഹോദരനോട് വെറുപ്പും വിദ്വേഷവും വെച്ചുകൊണ്ട് ബലിയർപ്പിച്ചാൽ ആ ബലിക്ക് യാതൊരു അർത്ഥവുമില്ല, ശൂന്യമാണ്. അതുകൊണ്ട് ഹൃദയം സ്വതന്ത്രമാകണം. എന്നിട്ട് പറയുകയാണ്, നീ അങ്ങനെ രമ്യതപ്പെട്ടില്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ അടുപ്പിക്കും, ന്യായാധിപൻ സേവകനും, അങ്ങനെ നീ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടും. അപ്പോൾ ക്ഷമിക്കാത്ത ഹൃദയം വാസ്തവത്തിൽ ഒരു കാരാഗൃഹത്തിൽ കിടക്കുന്ന ഹൃദയം പോലെയാണ്. നമ്മുടെ ജീവിതം ഒരു കാരാഗൃഹത്തിൽ പകയുടെയും വിദ്വേഷത്തിൻ്റെയും നാം തന്നെ സൃഷ്ടിക്കുന്ന കാരാഗൃഹത്തിൽ കിടക്കുന്ന അവസ്ഥയാകരുത്. മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എപ്പോഴും ക്ഷോഭിപ്പിക്കുന്ന സാഹചര്യങ്ങൾ എപ്പോഴും ഉണ്ട്. അതിനെയെല്ലാം അതിജീവിച്ച് സഹോദരനോട് സ്നേഹത്തോടെ ക്ഷമയോടെ പ്രവർത്തിക്കണം. തുടർന്നുള്ള ഈ പ്രസംഗ ഭാഗത്ത് ഈശോ പറയുന്നുണ്ട് 44-ാം വാക്യത്തിൽ 5:43-44 നിൻ്റെ ശത്രുവിനെ എന്ത് ചെയ്യണം? ശത്രുക്കളെ നീ സ്നേഹിക്കണം, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് അങ്ങനെ ചെയ്തു. അപ്പോൾ ഈശോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് തൻ്റെ ജീവിതത്തിൽ തന്നെ പ്രകടമാക്കിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് പകയും വിദ്വേഷവും നിറഞ്ഞ ഒരു ജീവിതം അത് ഒരിക്കലും കർത്താവിൻ്റെ മുമ്പിൽ സ്വീകാര്യമല്ല. ദൈവകൽപ്പനകൾ അതിൻ്റെ പൂർണ്ണതയിൽ സകലതും പൂർത്തിയാക്കുന്നതിനായി ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ഹൃദയത്തെ വിദ്വേഷത്തിൽ നിന്നും പകയിൽ നിന്നും എല്ലാം കഴുകി വിശുദ്ധമാക്കണമെന്നാണ്. ഇന്നത്തെ ലേഖനം കൊളോസോസ് ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 5 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ ആഹ്വാനം ചെയ്യുന്നത് ഇത് തന്നെ, അതിൻ്റെ തുടർച്ചയാണ്. നിങ്ങളിൽ ഭൗതികമായുള്ളവയെല്ലാം അസാൻമാർഗീയത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരം, വിഗ്രഹാധീനതയായ ദ്രവ്യാസക്തി. അപ്പോൾ ഈ ലൗകികമായ കാര്യങ്ങൾ 6 കാര്യങ്ങൾ പറയുകയാണ്. തുടർന്ന് 8 കാര്യങ്ങൾ വീണ്ടും കൂടെ പറയുകയാണ്. അതെന്തൊക്കെയാണ്? അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയ വർജിക്കുവിൻ. വീണ്ടും പറയുകയാണ്, പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തലോടുകൂടി നിഷ്കാസനം ചെയ്യുവിൻ. സമ്പൂർണ്ണ ജ്ഞാനത്തിനനുസൃതമായി സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. അപ്പോൾ പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. കർത്താവിശ്വംശയുടെ കൃപയാൽ ദൈവജ്ഞാനത്താൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ എന്നിൽ നിവേശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കാർമികൻ ആദ്യത്തെ തിരുവസ്ത്രം കൊത്തീന അണിയുന്നത്. പ്രാർത്ഥന അങ്ങനെയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും ഈ ഒരു സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യൻ അതാരാണ്? ഈശോമിശിഹായാണ്. ഈശോമിശിഹായെ ധരിക്കണം. തിന്മയുടെ മേലങ്കികൾ, ദുഷ്ടതയുടെ മേലങ്കികൾ ധരിക്കാതെ, തിന്മയിൽ ജീവിതം നയിക്കാതെ, മിശിഹ എല്ലാമാണ്, എല്ലാവരിലും എല്ലാമാണ്. ഈശോ എല്ലാവരോടും ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കണം. തുടർന്ന് 5 ക്രിയാത്മകമായ കാര്യങ്ങളിലൂടെ പറയുകയാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ ദയ, വിനയം, സൗമ്യത, ക്ഷമ ഇവ ധരിക്കുവിൻ. ഒരാളുടെ പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. സർവത്തെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിപ്പിക്കുവിൻ. അവ സ്നേഹം എല്ലാത്തിനെയും കൂട്ടിയിണക്കുന്ന ക്ഷമയും സ്നേഹവും. അപ്പം പ്രതികാരവും ദുഷ്ടതയും പകയുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ജീവിതം നയിക്കുവാൻ കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ്. ഇതെങ്ങനെ സാധിക്കും? ഇത് സാധിക്കണമേ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടാകണം, ദൈവത്തിൻ്റെ കൃപയുണ്ടാകണം. ഇന്നത്തെ 2ാമത്തെ വായനയിൽ എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് കർത്താവിൻ്റെ ആ കൃപ ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയൊരു ജീവിതം നയിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എസെക്കിയേൽ പ്രവചനം 11-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ പ്രത്യേകിച്ച് 18-ാം വാക്യത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും. 18-19 വാക്യങ്ങൾ. ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്നും ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും. അങ്ങനെ അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്യും. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. അപ്പോൾ ദൈവം ഇടപെടുമ്പോൾ, ദൈവം ഒരു പുതിയ ഹൃദയം നൽകുമ്പോൾ ഒരു വലിയ ഹൃദയ ശസ്ത്രക്രിയ അവിടെ നടക്കണം. കല്ലിച്ച ഹൃദയം, ക്രൂരമായ ഹൃദയം, കോപിക്കുന്ന ഹൃദയം,
ക്ഷമയില്ലാത്ത ഹൃദയം, അതെല്ലാം മാറ്റി ഒരു മാംസള ഹൃദയം, അനുകമ്പ നിറഞ്ഞ ഹൃദയം, സഹാനുഭൂതിയുള്ള ഹൃദയം, ക്ഷമയും സഹനവുമുള്ള ഹൃദയം, അത് സൃഷ്ടിക്കുന്നത് ദൈവമാണ്. അപ്പം ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനം, ഈശോ സകലതും പൂർത്തീകരിക്കുന്നവനാണ്. അപ്പോൾ ഇല്ലാതാക്കുവാനല്ല, പൂർത്തീകരിക്കുവാൻ, നിവൃത്തിയാക്കുവാൻ അവിടെ നിന്ന് വന്നിരിക്കുന്നു. അവിടെ കർത്താവിനോട് നാം പ്രാർത്ഥിക്കേണ്ടത് സങ്കീർത്തനം 51:10 അവിടെ പ്രാർത്ഥിക്കുന്നു, ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അപ്പോൾ മനുഷ്യൻ്റെ അന്തരംഗം, ഹൃദയം നിർമ്മലമാകണമെങ്കിൽ ദൈവം അതിൽ ഇടപെടണം. ദൈവം നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണം. അങ്ങനെ ഈശോ തൻ്റെ ഹൃദയം വെളിപ്പെടുത്തുന്ന മാനിഫെസ്താസിയോ, കർത്താവിൻ്റെ ദനഹ, കർത്താവിൻ്റെ ആ ജീവിത ദർശനം, അത് നമ്മുടെ ജീവിതത്തിലും ഏറ്റുവാങ്ങുവാൻ കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തിന് നിരക്കാത്ത തിന്മയുടെ അവസ്ഥകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ ഹൃദയം തന്നെ പരിപൂർണമായി എടുത്തു മാറ്റി, ആ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായൊരു ഹൃദയം, ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഞായറാഴ്ച ആചരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.